എന്തൊക്കെയോ പറയാൻ കൊതിക്കുന്ന അധരങ്ങൾ, കണ്ണിൽ നീർക്കണം ഉരുണ്ട് കൂടി. നിഷ, പറയ്. ഈ മനസ്സ് അതെനിക്ക് വായിക്കാൻ സാധിക്കും. പക്ഷെ നിനക്ക് പറയാനുള്ളത് കേൾക്കണമല്ലോ. മുന്നിൽ നിൽക്കുന്നവൻ്റെ കണ്ണിൽ എന്തോ ആകർഷണം ഉള്ളതുപോലെ. വർഷങ്ങളായി മനസ്സിൻ്റെ കോണിൽ പൂട്ടിവെച്ചത് പറയാൻ ഉള്ളം വെമ്പി. ശ്വാസം ഉച്ചത്തിൽ ഉയരുമ്പോൾ അവളെ ബെഡിലായിരുത്തി. നിഷ, കൂൾ. എന്താ? പതിയെ കവിളിൽ ഒന്ന് തട്ടി. ഡോക്ടർ അല്ലേ, അപ്പോൾ പറയാം. ആരോടും പറയില്ലല്ലോ? പെട്ടെന്ന് വിങ്ങലോടെ സ്വയം മറന്നുള്ള ചോദ്യം. ഡെന്നി കാര്യമെന്തോ മനസ്സിലായതുപോലെ പല്ല് ഞെരിച്ചു പിടിച്ചു. ഡോക്ടറാണ്, പറഞ്ഞോ. എന്നേക്കാൾ 7 വയസ്സിന് മൂത്തതാ എഡ്വിൻ. ഇവിടെ വല്യപ്പച്ചനെ കാണാൻ എന്നും പറഞ്ഞു വരും. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ 2 ദിവസം നിൽക്കും. മിഠായിയൊക്കെ കൊണ്ടുവരും, എനിക്കും തരും. ചേർത്ത് പിടിച്ചതും ഉമ്മ തന്നതും സ്നേഹത്തോടെയാണെന്ന് കരുതിയത്. പക്ഷേ കുട്ടിയിൽ നിന്നും വലിയ പെണ്ണിലേക്ക് മാറുമ്പോൾ എന്തോ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആദ്യം എൻ്റെ സംശയമായി തോന്നി. ഒരു ദിവസം അവൾ ഒന്ന് ഏങ്ങി. റിലാക്സ്. പതിയെ കൈത്തണ്ടയിൽ തഴുകുമ്പോൾ ആശ്വാസത്തോടെ അവനെ നോക്കി. അവൾ എന്തൊക്കെയോ പറയുന്നു. മൗനമായി കേട്ടിരുന്നു. വല്യപ്പച്ചനോടും വല്യമ്മച്ചിയോടും എന്തേ നിഷ പറഞ്ഞില്ല? അത് പേടിച്ചിട്ടാ. വല്യപ്പച്ചൻ അവനെ കൊല്ലും ഞാൻ കാരണം. അറിയോ ഓക്കേനോ? വല്ലാത്തൊരു വാത്സല്യ ഭാവമായിരുന്നു ആ മുഖത്ത്. അരികിലിരിക്കുന്നവനിൽ ഒരു ഡോക്ടറെ മാത്രം കണ്ട നിമിഷം അവൾ ചിരിച്ചു. യെസ്, സുന്ദരിയാണ് കേട്ടോ. പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി. അവളുടെ മുഖത്തെ ചിരി മങ്ങി. ഷോൾഡറിലിരുന്ന കയ്യെ കുടഞ്ഞു മാറ്റി ചാടി എഴുന്നേറ്റു. ഞാൻ പോവാം. തിരിഞ്ഞു നടക്കുന്നവളെ ഒന്ന് വാരി പിടിക്കാൻ കൊതിച്ചു പോകുന്ന ഉള്ളം. നിഷ വലത് കൈയിൽ പിടിച്ചു വലിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഡെന്നിയുടെ പ്രവൃത്തി. അവൾ ശക്തിയിൽ അവൻ്റെ ഇടനെഞ്ചിലേക്ക് ചേർന്നു. വിട്. ഒരു നിമിഷത്തെ ഞെട്ടൽ അവൾ നിന്ന് കുതറി. വിടില്ലല്ലോ. ഞാൻ കരയും. എന്നാൽ ഒന്ന് കരഞ്ഞ്. അവൻ്റെ മുഖത്തെ ആ നേരത്തെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പെണ്ണിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് വേഗത്തിലായി. കരയു കൊച്ചേ. അത്രമേൽ ലോലമായിരുന്നു അവൻ്റെ സ്വരം. വല്ലാത്ത ഒരുതരം പെർഫ്യൂമിൻ്റെ ഗന്ധം അവളെ ഒന്നാകെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ അവൻ്റെ കൈക്കുള്ളിലാണ് എന്ന തിരിച്ചറിവ്. പേടിയോടെ ശരീരം വെട്ടിവിറച്ചു. പ്ലീസ് എന്നെ വിട്ടേക്കോ. ഡോക്ടറെ വിശ്വസിച്ചല്ലേ എല്ലാം പറഞ്ഞത്? കണ്ണിൽ നനവ് പടർന്നു. ആണോ? എന്നാ ഈ നിഷയുടെ ഫുൾ നെയിം എന്താ? വാലും തുമ്പും എന്തേലും ഉണ്ടോ? എഡ്വിൻ എന്തോ ഒരു പേര് പറഞ്ഞു. ഞാനത് മറന്നു. അവൻ്റെ ഹൃദയത്തുടിപ്പിൽ നിന്നും അകന്നു മാറാതെ നിന്നു. നിഷാനി. ഓ, നൈസ് നെയിം. അവൻ്റെ കൈകൾ അയഞ്ഞതുപോലും അറിയാതെ നിൽക്കുന്ന പെണ്ണ്. ഡെന്നി ചിരി കടിച്ചമർത്തി. അവളെ തന്നിൽ നിന്നും അകത്തി മാറ്റി. വീർത്തു ചുവന്ന കവിൾത്തടത്തിൽ അവൻ്റെ വിരലിൻ്റെ തണുപ്പ്. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. പെയ്യാൻ വെമ്പി നിന്ന മഴ പോലെ ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. ആനി. ചെവിക്കുള്ളിലൂടെ ശരീരമാകെ അവൻ്റെ വിളി കടൽ പോലെ ഇരമ്പി. കണ്ണുകൾ വലിച്ചു തുറന്ന നിമിഷം പകുതി തുറന്ന കൺപോളയ്ക്ക് മേലെ ചുണ്ടിൻ്റെ തണുപ്പ്. ഡോക്ടർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ ആനിക്കൊച്ചിനെ. 2 കൺപോളയിലും ഇതുവരെ അറിയാത്ത ഒരുതരം തണുപ്പോട് കൂടിയ ചൂട്. തരംഗം പോലെ തലച്ചോറിനെ കീഴ്പ്പെടുത്തുമ്പോൾ നിമിഷങ്ങളോളം അതേ നിൽപ്പ് നിന്നു. നെഞ്ചിലേക്ക് അവളെ അമർത്തി പിടിക്കുമ്പോൾ ഒരു പൂച്ചക്കുഞ്ഞായി ആ ഹൃദയതാളത്തിൽ മൗനമായി ചേർന്ന് നിന്നു. നെഞ്ചൊപ്പം മാത്രം പൊക്കമുള്ളവളെ തല താഴ്ത്തി നോക്കി. മീശത്തുമ്പ് കടിച്ചു പിടിച്ച് ചിരിച്ചു. എന്തേലും പറയെൻ്റെ കൊച്ചേ. അനി. ഉറക്കെ വിളിച്ചതും അവളൊന്ന് ഞെട്ടി. വിങ്ങലോടെ തന്നിൽ മുറുകിയിരിക്കുന്ന കയ്യെ തട്ടി മാറ്റി. ഒരടി പിന്നിലേക്ക് നീങ്ങി ചുവരോട് ചേർന്ന് തല താഴ്ത്തി നിന്നു. എന്തേ, പേടിയാണോ? അതെന്താ പേടിയില്ലാത്തെ? ഈ റൂമിൽ ഞാനും ആനിയും മാത്രമേ ഉള്ളൂ. അവൾ തല ഉയർത്തി ഡെന്നിയുടെ കണ്ണിലേക്ക് നോക്കി. അറിയില്ല, പേടി തോന്നുന്നില്ല. രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ വല്യപ്പച്ചൻ്റെ മുഖമാ ഓർമ്മ വന്നത്. അപ്പോഴാ ഡോക്ടർ. ഇപ്പോൾ വല്യപ്പച്ചൻ അരികിലുള്ള പോലെ. വിതുമ്പലടക്കാൻ ചുണ്ട് കടിച്ചു പിടിച്ചു. ആണോ? എന്നെ വല്യപ്പച്ചനാക്കിയോ പെണ്ണേ? സാരമില്ല, മാറ്റാം. വല്യപ്പച്ചനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? എൻ്റെ വല്യപ്പച്ചൻ പാവ. എന്നെ മറന്ന് ഒന്നും ചെയ്യില്ല. പിന്നെ ഇപ്പോൾ എന്നെ തനിച്ചാക്കി എന്തിനാ പോയേ?
ഹൃദയം പൊട്ടിപ്പോകുന്ന അവളുടെ വേദന. അവൻ ആ നിഷ്കളങ്കമായ കുഞ്ഞു മുഖത്തേക്ക് നോക്കി നിന്നു. ഞാനില്ലേ നിനക്ക്? ചുണ്ടുകൾ പുലമ്പി. പക്ഷെ നിഷ കേട്ടില്ലാന്ന് മാത്രം. കൈ രണ്ടും അവൾക്ക് ഇരുവശത്തായി കുത്തി നിർത്തി. ഈ കണ്ണ് അതെനിക്ക് വലിയ ഇഷ്ടാ. വേണ്ട, എനിക്ക് പോകണം. ഉറക്കം വരുവാ. എന്നാതെ ഇവിടെ കിടന്നോ? അവൻ ബെഡിന് നേർക്ക് വിരൽ ചൂണ്ടി. നിഷയുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി. ഡെന്നി ചിരിച്ചു. കൈകൾ പിൻവലിച്ചു. ഒരു സൈഡിലേക്ക് മാറി നിന്നു. പൊയ്ക്കോ. അവൾ മുന്നിലേക്ക് നടന്നു. ദേ, എൻ്റെ ഡ്രസ്സുകൾ മുഷിഞ്ഞു കിടക്കുക. ഒന്ന് അലക്കി തേച്ച് മടക്കി വെക്കണം, നാളെ തന്നെ. അവളുടെ കണ്ണുകൾ ബിന്നിന് നേർക്ക് നീണ്ടു. ഡെന്നി വാതിലിൽ ചാരി ആ മുഖത്തേക്ക് നോക്കി നിന്നു. പറ്റൂ? പറ്റും. എന്നാ ഇനി മുതൽ എന്നും കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ വെള്ളം ഇവിടെ ഈ റൂമിൽ കൊണ്ടുവന്ന് വയ്ക്കണം. അത് ആൻറ്റിയോട് പറഞ്ഞാൽ മതി. ഹേയ്, അത് പറ്റില്ല. എനിക്ക് എൻ്റെ ആനിയെ കാണണം എന്നും. ദേ ഇതുപോലെ. അവൻ ചേർന്ന് നിന്നു. അവൾ മൗനമായി. ആലോചിക്കേണ്ട, വന്നേ പറ്റൂ. ഇല്ലേൽ ആ സ്റ്റെയറിന് താഴെ കാണുന്ന റൂമിൽ ഞാൻ വരും. ഹേയ് വേണ്ട, ഞാൻ വരാം. നല്ല കുട്ടി, ചെല്ല്. എല്ലാം മറന്ന് നന്നായി ഉറങ്ങിക്കോ. നാളെ രാവിലെ കാണാം. കവിൾത്തടത്തിൽ പതിയെ തട്ടി. അവൻ്റെ സാമീപ്യം കൊതിക്കുന്ന മനസ്സും ശരീരവുമായി പുറത്തേക്ക് നടന്നു. ശബ്ദമുണ്ടാക്കാതെ സ്റ്റെപ്പുകൾ ഇറങ്ങി. റൂമിൻ്റെ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. തല ഉയർത്തി സ്റ്റെയറിന് മേലേക്ക് നോക്കി. ഡെന്നിയുടെ കടുപ്പത്തിലുള്ള മുഖം. അവൻ താഴേക്ക് നോക്കി നിൽക്കുവാണ്. ഗുഡ് നൈറ്റ് ആനി. വെപ്രാളത്തിൽ ഡോറ് തുറന്ന് അവൾ അകത്തേക്ക് കയറി. മൈ ബാർബി ഡോൾ, സ്വീറ്റ് നിഷാനി. നെഞ്ചുഴിഞ്ഞ് ഓപ്പൺ ബാൽക്കണിയിലേക്ക് നടന്നു. കനത്ത ഇരുട്ട്. സിങ്ങിൽ ചാരിയിരുന്നു. എന്തൊക്കെയോ എവിടെയൊക്കെയോ പൊരുത്തക്കേടുകൾ. കണ്ടുപിടിക്കണം. ഇതിന് ഒരു തീർപ്പ് കൽപ്പിക്കാതെ ഡെന്നി പാലക്കൽ തറവാട്ടിൽ നിന്നും പോകില്ല. കർത്താവേ, ഇതാദ്യായ ഒരാൾക്ക് മുന്നിൽ സ്വയം മറന്നു നിൽക്കുന്നത്. മുൻപ് കണ്ട് പരിചയം പോലുമില്ലാത്ത ആൾ. ദേഷ്യക്കാരൻ, ഗൗരവക്കാരൻ. അതും പോരാഞ്ഞ് ഒരു വട്ടൻ. അതരങ്ങളിൽ കുഞ്ഞു പുഞ്ചിരി മൊട്ടിട്ടു. വിരലുകൾ കൺപോളയെ തഴുകി. ആനി, ഇതേവരെ ഇങ്ങനെ ആരും വിളിച്ചിട്ടില്ല. ആദ്യമായി. ഹൃദയത്തിൽ ഇന്നോളം അറിയാത്ത അനുഭൂതി നിറയുമ്പോൾ അവൻ്റെ വിരൽ പതിഞ്ഞ കവിൾത്തടത്തിൽ പതിയെ തഴുകി. ഡെന്നീസ് കണ്ണുകൾ അടഞ്ഞു. ഹരി, നീ എഴുന്നേൽക്കുന്നില്ലേ? പില്ലോ കിടന്ന ഭാഗത്ത് തട്ടുമ്പോൾ അവൻ തല വഴി മൂടിയിരുന്ന ബെഡ്ഷീറ്റ് മാറ്റി. അമ്മ, അതെൻ്റെ കാലാണ്. ദേവിക അവനെ രൂക്ഷമായി നോക്കി. കല്യാണപ്രായമെത്തിയ ചെക്കനാ, ഉരുണ്ട് പിരണ്ട് കിടക്കുന്നത്. തല വെക്കുന്നിടത്ത് കാല്. നാണമില്ലേടാ നിനക്ക്? ഓ, എന്തിനാ നാണം? എൻ്റെ വീട്, എൻ്റെ റൂം, ബെഡ്. എനിക്കിഷ്ടമുള്ളതുപോലെ കിടക്കും. ദേ, ഈ ചായ എടുത്ത് കുടിക്ക്. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ക്ലോക്കിലേക്ക് നോക്കി. അയ്യോ, 8 മണിയായോ? ലേറ്റായി. ചൂട് ചായ ചുണ്ടോട് ചേർത്തു. ആ വെപ്രാളം കുറയ്ക്കണം. ചൂടാണ് എന്നറിയില്ലേ? 8 മണിയല്ലേ ആയുള്ളൂ. ഇന്ന് നേരത്തെ പോകണം അമ്മ. ഓഫീസിൽ 9:30 എത്തിയാൽ മതി. അവൻ ടവലെടുത്ത് തോളിലേക്കിട്ട് വാഷ്റൂം ഭാഗത്തേക്ക് നടന്നു. പിന്നെ എവിടെ പോവാ? ഫീൽഡ് വർക്കുണ്ടോ? അമ്മ സംശയത്തിൽ നിന്നു. ഏയ് അല്ല, അത് നമ്മുടെ പാലക്കല്ലേ അമ്മച്ചിക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞു. എന്തോ കൃഷിയുടെ കാര്യം പറയാനാ. മണ്ണ് പരിശോധനയ്ക്ക് വിട്ടിരുന്നു. അവൻ വാഷ്റൂമിനകത്തേക്ക് കയറി. അമ്മ, ഞാൻ ഇറങ്ങുവാ. കാറിലേക്ക് കയറി മുന്നേ വീടിൻ്റെ പിൻഭാഗത്തേക്ക് കണ്ണുകൾ ചലിച്ചു. ദേ, എൻ്റെ പയറ് ചെടിയിൽ പുഴുക്കൾ വീണോന്ന് നോക്കണം. കുറച്ച് വെള്ളം നനച്ചു കൊടുക്ക്. അയ്യോ എൻ്റെ ചെക്ക, നീ പോകാൻ നോക്ക്, ഞാൻ ചെയ്തോളാം. ഹരി, അമ്മ ഓടി അരികിലേക്ക് വന്നു. എന്താ? അത് നിഷമോൾ ഇങ്ങോട്ട് വന്നിട്ട് ദിവസം കുറച്ചായി. ഒന്ന് ഇത്ര ഇടം വരെ വരാൻ പറയൂ. കാണുവാണേൽ പറയാം. അവൻ്റെ കാറ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ ദേവിക പയറിനും ചീരയ്ക്കും അരികിലേക്ക് നടന്നു. ചെക്കൻ പ്രാണം പോലെ നോക്കുന്നതാ. പെണ്ണ് കെട്ടാതെ നിങ്ങളുടെ പിന്നാലെയാ അവൻ്റെ നടപ്പ്. നിങ്ങളെങ്കിലും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ സന്തോഷം. നിശ്വാസത്തോടെ ചെടികൾക്ക് വെള്ളം നനച്ചു. മക്കളെ, നീ എവിടെയും പോവാണോ? ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴേക്ക് വരുന്ന ഡെന്നിയെ നോക്കി വല്യമ്മച്ചി എഴുന്നേറ്റു. വെറുതെ ഒന്ന് പുറത്തേക്ക്, ജസ്റ്റ് ഡ്രൈവ്. ഈ ചെക്കന് ഇതൊരു ശീല അമ്മച്ചി. യാത്രകൾ അത് വലിയ ഇഷ്ടാ, സാമുവലിനെ പോലെ. അമ്മയ്ക്ക് പിന്നാലെ വരുന്ന നിഷ.
അവൻ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവൾ കയ്യിലിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലേക്ക് വെച്ചു. ബാ മക്കളെ, കഴിച്ചിട്ട് പോയിക്കോ. ഡൈനിങ് ടേബിളിൽ ഓപ്പോസിറ്റായിരിക്കുന്ന എഡിനെ നോക്കി ഡെന്നി ചിരിച്ചു. നിങ്ങൾ പരിചയപ്പെട്ടോ മോനെ? ഓ പിന്നില്ലേ, ഇന്നലെ തന്നെ നല്ല വിശദമായി പരിചയപ്പെട്ടു അല്ലേ എഡിൻ? അവൻ തലകുലുക്കി. ഫുഡ് കഴിച്ച് സൂസനും സക്രിയയും ഐസക്കും സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. ജാസ്മിനും നാൻസിയും റൂമിലേക്ക് നടന്നു. മേരിക്കുട്ടിയും നീരജയും എഴുന്നേറ്റു. അവർക്ക് പിന്നാലെ എഴുന്നേൽക്കാൻ ഒരുങ്ങിയ നിഷയെ നീരജ രൂക്ഷമായി നോക്കി. എവിടെ പോവാം? അത്രയും കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റാൽ മതി. ആൻറ്റി എനിക്ക് മതി. പറ്റില്ല മോളെ, കടുപ്പത്തിൽ പറഞ്ഞ് മേരിക്കുട്ടിക്ക് പിന്നാലെ കിച്ചണിലേക്ക് കയറി. ഡെന്നി വാഷ് ഏരിയയിലേക്ക് നടന്നു. എഡിൻ നിഷയെ തന്നെ നോക്കിയിരുന്നു. അവൾ തല ഉയർത്തിയതേയില്ല. രക്ഷപ്പെട്ടുവെന്ന് നീ കരുതണ്ട, എഡിൻ ആരാണെന്ന് അറിയും താമസിയാതെ. അവളുടെ കണ്ണുകൾ വാഷ് ഏരിയയിൽ നിന്നും വരുന്ന ഡെന്നിയുടെ കാൽപാദത്തിൽ മാത്രം ഉറച്ചു. തല ഉയർത്താതെ അതേ ഇരിപ്പ് തുടർന്നു. നിഷ, ഇങ്ങനെ തല താഴ്ത്തിയിരിക്കാൻ വേണ്ടി എന്തേലും തെറ്റ് ചെയ്തോ നീ? അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി. എഡിൻ്റെ മുഖം സംശയത്തിൽ ചുളിഞ്ഞു. നിഷ, വേണ്ടെങ്കിൽ കഴിക്കണ്ട. ചേറിലിരിക്കുന്നവളുടെ കയ്യിൽ പിടിച്ചതും വെപ്രാളത്തോടെ ഡെന്നിയെ നോക്കി. എഴുന്നേൽക്ക് കൊച്ചേ. അവൾ എഴുന്നേറ്റു. അവൻ്റെ കണ്ണുകൾ ചുറ്റിനും ഒന്ന് പരതി. എന്തേടി, ഇച്ചായനോട് പിണക്കാണോ? ഷോൾഡറിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എന്തോ ആ സമയം അകന്നു മാറാനല്ല, ഒന്നുകൂടി അവനിലേക്ക് ചേരാൻ അവളും കൊതിച്ച പോലെ. എഡിൻ ടേബിളിൽ കൈ ചുരുട്ടിയിടിച്ചു. മുന്നിലിരുന്ന പ്ലേറ്റ് തട്ടി നീക്കിക്കൊണ്ട് എഴുന്നേറ്റു. ഡോക്ടറെ ഉച്ചത്തിൽ വിളിച്ചു. പെണ്ണ് പേടിയോടെ വിറയ്ക്കുന്നുണ്ട്. എന്താടി, ചെല്ല്, പോയി കൈ കഴുകി ഞാൻ പറഞ്ഞ ജോലികൾ ചെയ്യും. വാശേരിയിലേക്ക് നടക്കുന്നവളെ നോക്കിക്കൊണ്ട് എഡിന് നേരെ തിരിഞ്ഞു. ചെറുപ്രായത്തിലും നിനക്ക് ഈ സൂക്കേടുണ്ടായിരുന്നു അല്ലേ? നിർത്തിക്കോ, കടുപ്പത്തിൽ പറഞ്ഞു. എഡിൻ ഒന്ന് ഞെട്ടി. സംശയത്തോടെ കൈ കഴുകി തിരികെ വരുന്നവളെ നോക്കി. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഞാനേ മനഃശാസ്ത്രം പഠിച്ചവനാ, ഉള്ളിലുള്ളത് ചികഞ്ഞെടുക്കും. അവൾ പോലും അറിയാതെ എല്ലാം പറഞ്ഞു. എഡിൻ്റെ മുഖത്ത് പരിഭ്രമം. അവൻ ധൃതിയിൽ വാഷേരിയിലേക്ക് നടന്നു. നിഷ ഡെന്നിയെ തന്നെ നോക്കി നിൽക്കുവാണ്. ഇങ്ങനെ നോക്കല്ലേ എൻ്റെ ആനിക്കൊച്ചേ, ഇവിടെ നിന്നും പോകാനേ തോന്നില്ല. പോരുന്നോ എൻ്റെ ഒപ്പം? നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാം. ഞാനില്ല. എന്നാ ശരി, ടേക്ക് കെയർ ആനി. അവൻ്റെ ആനിയെ വിളി ഉള്ളം സ്വീകരിച്ചതുപോലെ വീണ്ടും ആഗ്രഹിച്ചു ആ വിളിക്കായി. ഡെന്നി ചുറ്റിനും ഒന്ന് കറങ്ങി നോക്കി. അവൻ്റെ തല തന്നിലേക്ക് താഴ്ന്നതറിയുമ്പോൾ കിച്ചണിലേക്ക് ഓടി. എൻ്റെ കയ്യിൽ കിട്ടും കേട്ടോ. അവൻ തിരിഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ അവൾ നിന്നു. അതരങ്ങൾ സന്തോഷത്തിൽ വിടർന്നു. ഇതേവരെ അറിയാത്ത ഒരനുഭൂതി അവളിൽ നിറഞ്ഞു. മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുമ്പോൾ പടിക്കെട്ടുകൾ ഇറങ്ങിയ ഡെന്നി ഒന്ന് നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും തൻ്റെ പ്രായം വരുന്ന ഒരു പയ്യൻ ഇറങ്ങി. ബ്ലാക്ക് ജീനും ചെക്ക് ഷർട്ടുമാണ് വേഷം. ഒഫീഷ്യൽ ലുക്ക്. ഡെന്നിയുടെ കണ്ണുകൾ കൂർത്തു. വല്യമ്മച്ചിയെ ഒന്ന് വിളിക്കുമോ? പെട്ടെന്ന് ചോദിച്ചു. ഓ വിളിക്കാം, അവിടെ നിന്നാൽ മതി. മുന്നിലേക്ക് നടന്നവൻ സൂസന്റെ സംസാരത്തിൽ ആ നിൽപ്പ് നിന്നു. ഡെന്നി പല്ല് കടിച്ചു പിടിച്ചു. ആ പയ്യൻ ഡെന്നിയെ നോക്കി ചിരിച്ചു. തിരികെ അവനും. ഹാ മോൻ വന്നോ? കയറി വാ മക്കളെ. ഇല്ല അമ്മച്ചി, 9:30 ഓഫീസിലെത്തണം. വല്യമ്മച്ചി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു. പിന്നാലെ നീരജയും. മക്കളെ, ഇത് ഹരികൃഷ്ണൻ, ഇവിടെ കൃഷി ഓഫീസറാ. വല്യമ്മച്ചി നീരജയ്ക്ക് നേരെ തിരിഞ്ഞു. ഈ കൊച്ചിനെ കണ്ടിട്ട് എവിടെയും കണ്ടിട്ടുള്ളതായി തോന്നുന്നുണ്ടോ പെണ്ണെ? നീരജ ഹരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അത് ഇച്ചായൻ്റെ ഫ്രണ്ട്, ഒരു കൃഷ്ണപ്രസാദ്. രണ്ടുപേരും ഒരുമിച്ചാ വരുന്നത്. പക്ഷേ ബാച്ച് വേറെയാ. ഹരിയുടെ ചുണ്ടുകൾ വിടർന്നു. ആ, ഈ മോൻ്റെ അപ്പനാ കൃഷ്ണപ്രസാദ്. സാമുവലിന് പ്രസാദിനെ വലിയ ഇഷ്ടാ. അച്ഛൻ സുഖമായിരിക്കുന്ന മോനെ? നീരജ എന്ന് പറഞ്ഞാൽ അറിയാം. അച്ഛൻ മരിച്ചു. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. ഹരിയുടെ മുഖത്ത് വേദന നിറഞ്ഞു. ഹാ, അതൊക്കെ വിട്. ദേ, കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ കുരുമുളക. അതിന് എന്ത് തീനമാണോ എന്തോ. തളർന്നു നിൽക്കുവാ മക്കളെ. മോനൊന്ന് നോക്കുവോ? കണ്ണേ പൊന്നേന്ന് പറഞ്ഞ് ഞാൻ നോക്കിയതാ. അതിനെന്താ വല്യമ്മച്ചി, നോക്കാം. ഹായ് ഹരിയേട്ടാ. ഡെന്നി തിരിഞ്ഞു നോക്കി. പടിക്കെട്ടുകൾ ഓടി ഇറങ്ങി വരുന്ന നിഷ. അവൻ്റെ മുഖം ഒന്ന് മുറുകി. എന്താണ്, സുഖാണോ നിഷ?
ഹരി അവളെ ചേർത്ത് പിടിച്ചതും ചെക്കൻ കാറിൻ്റെ കീയിൽ അമർത്തി പിടിച്ചു. ദേഷ്യത്തോടെ കൈവിരലുകൾക്കിടയിൽ വിരൽ കൊരുത്തു. എന്താടി നീ വീട്ടിലേക്കൊന്നും വരാത്തെ? അമ്മ നിന്നെ അന്വേഷിച്ചു, ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ഈ മോളെ കാണാതെ ഒരു സമാധാനമില്ലാത്രേ. ആണോ? നാളെ വരാം. എനിക്ക് നല്ല ചൂട് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കാൻ പറയണം. പറയാം മോളെ. ആ കുരുമുളക് തൈ ഒന്ന് കാണിച്ചു കൊടുക്ക്. പിന്നെ ആ ജാതിയും കൂടി. ആ ശരി വല്യമ്മച്ചി. അവൻ്റെ കൈയും പിടിച്ച് ചിരിച്ച് സംസാരിച്ച് നടക്കുന്നവളെ നോക്കി നിന്നു. നല്ല മോനാ. നിഷമോളെ വലിയ ഇഷ്ടാ. അവൾക്കും അതെ. ഡെന്നി ദേഷ്യത്തിൽ കാറിന് അരികിലേക്ക് നടന്നു. വലിയ ശബ്ദത്തിൽ ഡോർ അടഞ്ഞു. ഈ ചെക്കന് ഭ്രാന്ത് പിടിച്ചോ? നീരജ പിറുപിറുത്തു. വല്യമ്മച്ചിയുടെ മുഖത്ത് വല്ലാത്ത ചിരി. ചെക്കന് പിടിച്ചിട്ടില്ല. എന്തോ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഇളക്കാണ്. ഏതുവരെ പോകും എന്ന് നോക്കട്ടെ. അല്ലേലും അച്ചായൻ്റെ മാലാക്ക കൊച്ചിനെ എൻ്റെ 2 മക്കൾക്കൊഴികെ എല്ലാവർക്കും ഇഷ്ടാവും. സ്റ്റീരിയോയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പാട്ട് ഓഫ് ചെയ്തു. പുള്ളി പാട്ടാണത്രേ, പാട്ട്. ദേഷ്യത്തോടെ സ്റ്റിയറിങ്ങിൽ അമർത്തി പിടിച്ചു. ഇന്നലെ രക്ഷിച്ചവനല്ലേ? ഒരു ചിരി, അല്ലേൽ നോട്ടം. ഓഹ്, അവനെ പോയി ഇളിച്ചോണ്ട് കെട്ടിപ്പിടിക്കുക. ഇന്ന് നീ അറിയും ഈ ഡെന്നി ആരാന്ന്. പല്ല് കടിച്ചമർത്തി കാറ് സൈഡൊതുക്കി സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു. ഹരികൃഷ്ണൻ, ഒരു കരിയേട്ടൻ. പല്ലിനിടയിൽ അവൻ്റെ പേര് ഞെരിഞ്ഞമർന്നു.